നിനക്കൊക്കെ ഒരു തോന്നലുണ്ട് ഞങ്ങൾക്കൊന്നും ഒന്നിനും കൈ പൊങ്ങില്ലെന്ന്. അതൊക്കെ വേണ്ടെന്ന് വെച്ചിട്ടല്ലടാ ക്രിസ്റ്റി മോനെ. ആർക്ക് വേണ്ടിയാടാ നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തേ? ആരുടെ കൊട്ടേഷനാണ് എടുത്തേ? റോഷ, ഇവരെ എത്രയും പെട്ടെന്ന് സ്റ്റേഷനിൽ എത്തിക്കണം. അവിടെ ചെല്ലുമ്പോ ഇവന്മാര് പറഞ്ഞു തുടങ്ങിക്കോളും. നടക്കണം അങ്ങോട്ടോ. ഓടാ. വടാ ഇങ്ങോട്ട്. ഇങ്ങനെ നടക്കൂ. എണീക്കടാ. സർ, ഇവരാണ് അപകടം നടന്ന ദിവസം ലൊക്കേഷൻ ഓടി രക്ഷപ്പെട്ട പ്രതാപനും ക്രിസ്റ്റി. ഇവരാണ് സർ രാധികയുടെ അപകടത്തിന് കാരണം. കഴിഞ്ഞ കുറെ മണിക്കൂറുകളായിട്ട് ഞങ്ങൾ ഇവരുടെ സകല താവളങ്ങളും തപ്പി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എവിടുന്ന ഇവന്മാരെ കിട്ടിയതാ? യുവമാര് അവിടെ ഒരു ചായക്കടയിൽ ചായ കുടിക്കായിരുന്നു. സംശയം തോന്നി പുറകെ പോയപ്പോ ദാ തൊട്ടടുത്ത യുവമാരുടെ കോട്ടയാണ്. ഒന്ന് വിസിലടിച്ചാ കൊല്ലാൻ ആള് വരുമെന്ന് പറഞ്ഞു. സർ, ഇവന്മാരെ വെറുതെ വിടരുത്. ആർക്ക് വേണ്ടിയാണ് ഇവന്മാരിതൊക്കെ ചെയ്തതെന്ന്, അല്ലെങ്കിൽ ആരിവർക്ക് പണം കൊടുത്തു, ഇവരെ ആര് സ്വാധീനിച്ചു എന്നുള്ള കാര്യം ഞങ്ങൾക്കറിയണം. ഇവന്മാരെ അങ്ങോട്ട് നീക്കി നിർത്ത. പോടാ അങ്ങോട്ട്. നിങ്ങളിരിക്ക. വലിയൊരു കാര്യമാണ് നിങ്ങൾ രണ്ടുപേരും ചെയ്തത്. അല്പം സെൻസേഷനായ ഒരു കേസായതുകൊണ്ട് എനിക്ക് ആദ്യം SP ഒരു റിപ്പോർട്ട് കൊടുക്കണം. അത് കഴിഞ്ഞ് വേണം എനിക്ക് മറ്റെന്തെങ്കിലും ചെയ്യാൻ. സർ, പറയുന്നോണ്ട് മറ്റൊന്നും വിചാരിക്കരുത്. പോലീസ് സ്റ്റേഷനിൽ എത്തുന്ന കുറ്റവാളികൾ പലപ്പോഴും ഈസിയായിട്ട് രക്ഷപ്പെടുന്ന സംഭവങ്ങളുണ്ട്. ഇവര് ഗുണ്ടകളാണെങ്കിലും ഇവർക്ക് പുറകിൽ സ്വാധീനമുള്ള ആളുകൾ ഉണ്ടാവും. അത്തരം സ്വാധീനങ്ങൾക്ക് വഴങ്ങി ഇവരെ ഞാൻ വെറുതെ വിടുമെന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? സർ, അങ്ങനെയല്ല. അക്കാര്യത്തിൽ നിങ്ങൾക്ക് ഞാൻ ഗ്യാരണ്ടി തരാം. അവന്മാരെ കൊണ്ട് ഞാൻ സത്യം പറയിപ്പിച്ചിരിക്കും. അവര് പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് ഈ കേസിന്റെ അന്വേഷണം മുന്നോട്ട് പോയിരിക്കും. സർ, ഈ കേസിന്റെ മുന്നോട്ടുള്ള പോക്കിന് വേണ്ടി അച്ഛൻ DIG വിളിച്ചിരുന്നു. എനിക്കറിയാം. അവിടെ നിന്നൊക്കെ എനിക്ക് നിർദ്ദേശങ്ങളുണ്ടായിരുന്നു. സോ യു ഡോണ്ട് വറി. ഈ കുറ്റകൃത്യത്തിന് പുറകിലുള്ളവരെ നമ്മൾ നിയമത്തിന്റെ മുന്നിൽ എത്തിച്ചിരിക്കും. താങ്ക് യു സർ. അവന്മാരെ ഒന്ന് കൈകാര്യം ചെയ്തിട്ട് ഞാൻ നിങ്ങളെ വിളിക്കാം. റോഷ. ശരി സാർ. ശരി, കാണാം. എന്താ ചേച്ചി എന്താ വൈകിയേ? ഞാൻ എന്തോരം നേരെന്നറിയോ ഇവിടെ കാത്തു നിൽക്കുന്നത്. ഞാനതിന് വൈകിയില്ലല്ലോ. അത് വഴിനീളം നടന്ന് വർത്തമാനം പറഞ്ഞു വരുന്നോണ്ടാ. വേഗം വാ, ഒരു കാര്യമുണ്ട്. വാ വാ വാ. എന്താടി? എന്താ? അതൊക്കെ കാണിക്കാം. ഇതൊന്ന് തുറന്നു നോക്ക്. പിടിക്ക് ചേച്ചി. ഇതെന്താ ഇപ്പൊ പ്രത്യേകിച്ച്? ചേച്ചിക്ക് ഡ്രസ് എടുത്തു തരാൻ പ്രത്യേകിച്ച് വല്ലതും വേണോ? അല്ല, എന്നാലും എനിക്കൊന്ന് എടുക്കണമെന്ന് തോന്നി, ഞാൻ എടുത്തു. നമ്മുടെ അച്ഛൻ പറയുന്ന വെറുതെ അല്ല. സ്നേഹമുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും വാങ്ങുമ്പോ കിട്ടുന്നൊരു സന്തോഷം അത് ചെറുതൊന്നുമല്ല.
സ്നേഹമുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും വാങ്ങുമ്പോ സന്തോഷം കിട്ടും പ്രിയങ്കെ. പക്ഷേ ഈ സ്നേഹത്തിൽ എന്തോ പന്തികേടുണ്ടല്ലോ. നിനക്ക് രാധയെ കൊണ്ട് എന്തെങ്കിലും കാര്യം സാധിക്കാനുണ്ടോ? അതെന്താ മുത്തശ്ശി അങ്ങനെ ചോദിച്ചേ? എനിക്കങ്ങനെ തോന്നി. ചില ആളുകൾ ഒരു പ്രവൃത്തി ചെയ്യുമ്പോ വ്യക്തമായ ഉദ്ദേശമില്ലാതെ ചെയ്യില്ലല്ലോ. മോളെ രാധികെ, ഓ, നീ ഇപ്പോ നിന്റെ അനുജത്തിയെ ശ്രദ്ധിക്കാറുണ്ടോ? അവളിപ്പോ നിന്നോട് കാണിക്കുന്ന സ്നേഹത്തിന് കുറച്ചളവ് കൂടുതലല്ലേ? അയ്യോ അങ്ങനെയൊന്നുമില്ല മുത്തശ്ശി. എന്നെ കാണാതായിട്ട് ഞാൻ തിരിച്ചു വന്നില്ലേ, അന്ന് മുതൽ ഇവൾ എന്നോട് ഇങ്ങനെ പെരുമാറുന്നേ. എന്തിന്? കണിമംഗലത്തേക്ക് ഇനി വരില്ല എന്ന് ഞാൻ തീരുമാനിച്ചിട്ട് എന്നെ നിർബന്ധിച്ചു കൊണ്ടെന്ന് ആരാ? ഇവളല്ലേ. എനിക്ക് ഇവളുടെ കാര്യത്തിൽ ഒരു സംശയമില്ല. മുത്തശ്ശി കേക്ക്. മുത്തശ്ശി അല്ലെങ്കിലും ഇപ്പൊ എന്ത് കാര്യത്തിലും എന്നെ സംശയത്തോടെയാ കാണുന്നത്. ഞാൻ എന്ത് ചെയ്തിട്ടാ? എനിക്കറിയില്ല. പോയി പോയി എനിക്ക് എന്റെ ചേച്ചിയെ സ്നേഹിക്കാൻ പോലും പറ്റാണ്ടായി. ഏയ്, സ്നേഹം സത്യസന്ധമാണെങ്കിൽ അതിനേക്കാൾ വലിയൊരു കാര്യം വേറെ ഇല്ല. പക്ഷേ സത്യസന്ധമല്ലാത്ത സ്നേഹം കത്തിയേക്കാൾ മൂർച്ചയുള്ള ആയുധമാണ്. മോളെ രാധികെ, നീ വന്ന് ചായ കുടിക്കാൻ നോക്ക്. ചേച്ചി അതിങ്ങി തന്നേക്ക്. എന്താ പറ്റിയേ? അല്ല, ഞാനെന്തോ കാര്യസാധനത്തിന് വേണ്ടി തന്നോന്നല്ലേ മുത്തശ്ശി പറഞ്ഞത്. അങ്ങനെ തോന്നണ്ട, ഞാനത് തിരിച്ചു വാങ്ങിച്ചോളാം. ഏ, പിന്നെ കുഴപ്പമില്ലല്ലോ. മുത്തശ്ശി പറയുന്ന കേട്ട് നീ ഇങ്ങനെ വിഷമിക്കൊന്നും വേണ്ട. അല്ല, നിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. മുത്തശ്ശി അത് മനസ്സിൽ വെച്ച് പറഞ്ഞതായിരിക്കും. അത് നീ വിട്ടുകള. എന്തായാലും താങ്ക്സ് ഉണ്ട് കേട്ടോ. ചേച്ചിനോട് താങ്ക്സ് ഒന്നും പറയണ്ട. അച്ഛൻ പറയുന്ന പോലെ ഇടയ്ക്ക് എന്നെ ഒന്ന് ഉപദേശിച്ച് എന്റെ കൂടെ നിന്ന് എന്നെ രക്ഷിച്ചാ മതി. അതെന്റെ ചുമതലയല്ലേ. നിനക്കൊന്നും വരാതെ ഞാൻ നോക്കിക്കോളാം. എനിക്ക് ചേച്ചിയുടെ ഈ വാക്ക് മതി. എന്നാ ചേച്ചി ചെന്നോ. ആ കേസിന്റെ കാര്യങ്ങൾ തീരുന്നവരെ ഇതിനെ സഹിച്ചേ പറ്റൂ. ആ കേസൊന്ന് തീരട്ടെ. ഇതിനെ എങ്ങനെയാ ചാടിക്കേണ്ടതെന്ന് എനിക്കറിയാം. എന്താണ് നിന്റെ പേര്? ക്രിസ്റ്റി. ക്രിസ്റ്റി, കാര്യങ്ങളുടെ ഗൗരവം നിനക്കറിയാമല്ലോ. അതുകൊണ്ട് ഉള്ള കാര്യം വ്യക്തമായി എന്നോട് പറഞ്ഞാൽ ഈ ശരീരം വേദനിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാം. സർ, അന്ന് ഉപയോഗിച്ച വടത്തിന് എന്തോ കുഴപ്പമുണ്ടായിരുന്നു. ഹീറോയിൻ കൈവിട്ടു പോയപ്പോൾ ഞങ്ങളൊന്ന് പേടിച്ചു. അവിടെ നിന്നേരം എല്ലാവരും ഞങ്ങളെ എന്തെങ്കിലും ചെയ്യുമെന്ന് പേടിച്ചു. ഞങ്ങളോടി രക്ഷപ്പെടുമായിരുന്നു. അതെ സാർ, സാധാരണ സെറ്റിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഞങ്ങളെപ്പോലുള്ള തൊഴിലാളികളെ എല്ലാവരും ഉപദ്രവിക്കുന്നത്. ഞങ്ങൾക്കും കുട്ടികളും കുടുംബമൊക്കെ ഉണ്ട് സാർ. അതോർത്തപ്പോൾ അവിടെ നിന്ന് പോയതാ സാർ. ഇത് ഇത്രയും നിങ്ങൾ പഠിച്ചു വെച്ച കാര്യം. പക്ഷേ എനിക്കറിയേണ്ടത് അതല്ല. വടത്തിന്റെ പ്രശ്നം കൊണ്ടല്ല അപകടം പറ്റിയത്. വടം നിങ്ങൾ ബോധപൂർവ്വം കട്ട് ചെയ്യുകയായിരുന്നു. അതൊക്കെ അവര് വെറുതെ പറഞ്ഞുണ്ടാക്കുന്ന സാറേ. നേരെ ചോദിച്ചിട്ട് നീയൊക്കെ സത്യം പറഞ്ഞില്ലെങ്കിൽ സത്യം പറയിക്കാനുള്ള മാർഗം എനിക്കറിയാവടാ. പറയടാ, ആർക്ക് വേണ്ടിയാ നീ അത് ചെയ്തത്? ആരാ നിനക്ക് പണം നൽകിയത്? സാറേ, ഞങ്ങൾക്കും സംഘടനയൊക്കെ ഉള്ളതാ. സാർ ഞങ്ങളെ കൈവച്ച പുലിവാലാവുമേ.
അവനെ എന്തിനാണ് അങ്ങനെ നിർത്തിയിരിക്കുന്നത്? അവനെ ഇടിച്ച് പിഴയടോ. നിന്നെ സത്യം പറയാൻ സത്യം പറയാൻ ചാവണ്ടെങ്കിൽ സത്യം പറഞ്ഞോ. സത്യം പറയടാ. പറയാൻ പറയടാ എന്താണെന്നുള്ള സത്യം. നീ ഇപ്പൊ സത്യം പറയില്ലല്ലേ? സത്യം പറയാൻ. സാറേ പറയാം സാറേ പറയാം. ഞങ്ങളെ കൊണ്ട് ജയിച്ചാ സാറേ. കൽപ്പന കൽപ്പന പോലീസുകാര് എവിടെ? നമ്മുടെ വീടിന്റെ ഉമ്മറത്തുണ്ട്. ചെറിയമ്മേ, നമ്മൾ മാറി നിൽക്കുന്ന അപകടം. നമുക്ക് എല്ലാവരുടെയും കൂടെ അവിടെ ചെന്ന് നിൽക്കാം. വാ വരാൻ. ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നടന്ന അപകടത്തെക്കുറിച്ചുള്ള അന്വേഷണം ഏകദേശം അവസാനിച്ചു. ഞങ്ങൾ അതിന്റെ ഭാഗമായിട്ട് വന്നതാ. പരമേശ്വര സാറേ, കുറ്റവാളികൾ ആരെന്ന് കണ്ടെത്തിയോ? കണ്ടെത്തി. അതല്പം വിചിത്രമായ ഒരു കാര്യമാണ്. നമസ്കാരം. രാധിക മോളെ തള്ളിയിട്ട കേസിന്റെ കാര്യം അവസാനിച്ചു എന്ന് പ്രതികൾ ആരാന്ന് മനസ്സിലായിന്നാ സാറ് പറയുന്നേ. ആണോ? ആണോ സാർ? ഈ വീട്ടിൽ ഇനിയും അംഗങ്ങളുണ്ടല്ലോ, അവരൊക്കെ എവിടെ? സാർ, ആൺപിള്ളേരെ ആരും ഇവിടെ ഇല്ല. വരുണിന്റെ ഭാര്യ പ്രിയങ്കയും അവളുടെ ചേച്ചി രാധികയും ഉണ്ട്. ഓ, രാധിക. അതെ. അന്ന് അഭിനയിച്ച പെൺകുട്ടിയല്ലേ? അതെ സാർ. എന്നാ അതിനെ കൂടെ ഇങ്ങ് വിളിക്കാം. അവരെ വിളിക്ക. സാർ, രാധിക മോളുടെ മൊഴി രേഖപ്പെടുത്താനോ മറ്റോ ഉണ്ടോ? മൊഴി രാധികയുടേത് മാത്രം മതിയാവില്ല, മറ്റു ചിലരുടേത് കൂടി എടുക്കേണ്ടി. സർ, ഇത് രാധിക. ഇത് വരുണിന്റെ ഭാര്യ പ്രിയങ്ക. രാധികയ്ക്ക് ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോ? ഇല്ല സർ. ഉണ്ടല്ലോ. രാധിക ഈ സിനിമയിൽ അഭിനയിക്കുന്നത് കൊണ്ട് മാത്രം ചാൻസ് നഷ്ടപ്പെട്ട ഒരാൾ ഈ വീട്ടിൽ തന്നെ ഉണ്ട്. വരുണിന്റെ എപ്പോഴും ചില പ്രശ്നങ്ങളുണ്ടാവും. ഒരു കൂട്ടം പേർ നല്ലവനാണെന്ന് കരുതുന്ന ഒരാളെ ചിലപ്പോൾ നമുക്ക് അറസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ചിലപ്പോൾ ആ നിമിഷത്തിൽ മാത്രമായിരിക്കും അയാളുടെ കുഴപ്പം മറ്റുള്ളവർ തിരിച്ചറിയുന്നത്. സാർ എന്താ ഉദ്ദേശിക്കുന്നത്? എനിക്ക് പകരം ചേച്ചി അഭിനയിക്കാൻ പോയപ്പോ എനിക്ക് അസൂയ തോന്നിയെന്നോ? അതിന് എന്റെ ചേച്ചി ഞാൻ അപകടപ്പെടുത്തിയെന്നോ? സാറേ, പ്രതികളെ പിടിക്കാൻ നിങ്ങൾക്ക് കഴിവില്ലെങ്കിൽ ഇങ്ങനെയല്ല പക തീർക്കേണ്ടത്.
അച്ഛൻ ഇതൊന്നും കേൾക്കുന്നില്ലേ? അദ്ദേഹം പറഞ്ഞു വരട്ടെ മോളെ. രാധികയ്ക്ക് അപകടം നടന്ന ദിവസം പ്രിയങ്ക അവിടെ ഉണ്ടായിരുന്നല്ലേ? ഉണ്ടായിരുന്നു. ഞാൻ ചേച്ചിയുടെ ഷൂട്ടിംഗ് കാണാൻ പോയതാ. അങ്ങനെയാണെങ്കിൽ അന്ന് ലൊക്കേഷനിൽ പ്രിയങ്ക അല്ലാതെ വേറെ ആളുകളുണ്ടായിരുന്നല്ലോ സാർ. അവരോടൊക്കെ സാർ ഇതുപോലുള്ള ചോദ്യങ്ങൾ ചോദിക്കുമോ? അനിയന്റെ ഭാര്യ. ഒരു അന്വേഷണം നടക്കുമ്പോ അടങ്ങി നിൽക്കുക എന്നത് ഒരു കോമൺ സെൻസിന്റെ ഭാഗമാണ്. എന്നിട്ട് പ്രിയങ്ക പറയൂ, ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് ആരെയെങ്കിലും പ്രിയങ്ക അന്ന് കണ്ടിരുന്നോ? ഐ മീൻ, അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടെക്നീഷ്യന്മാരെ ആരെയെങ്കിലും? ഇല്ല. കണ്ടു. 2 പേരെ പ്രിയങ്ക അന്ന് കണ്ടു. അതിലൊരുത്തന്റെ പേര് പ്രതാപൻ, മറ്റൊരുത്തന്റെ പേര് ക്രിസ്റ്റി. അറിയാമോ 2 പേരെ? അത് അവരെ എൻ്റെ ഒരു ഫോട്ടോഷൂട്ടിൽ പണ്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരെ പരിചയം പുതുക്കാൻ വന്നപ്പോ ഞാൻ സംസാരിച്ചു. ചേച്ചിയോടൊപ്പം ഞാൻ പറയുകയും ചെയ്തു. ചേച്ചിയോട് എന്തൊക്കെ പറഞ്ഞു? പ്രതാപനും ക്രിസ്റ്റിക്കും പൈസ കൊടുത്തു പറഞ്ഞു. സാർ എന്തൊക്കെ പറയുന്നത്? സാർ എന്താ ഉദ്ദേശിക്കുന്നത്? അന്ന് രാധിക വെള്ളച്ചാട്ടത്തിൽ വീഴുന്ന സീൻ ചിത്രീകരിക്കുമ്പോൾ രാധികയുടെ സുരക്ഷയ്ക്കായി ഉപയോഗിച്ചിരുന്ന വടം പ്രതാപിന്റെയും ക്രിസ്റ്റിയുടെയും കൈകളിലായിരുന്നു. അവരത് ബോധപൂർവ്വം മുറിച്ചതുകൊണ്ടാണ് അപകടം സംഭവിച്ചത്. തീർത്തും പുതുമുഖമായ രാധികയോട് അങ്ങനെ ഒരു വൈരാഗ്യം അവർക്ക് തോന്നണമെങ്കിൽ ആരോ അതിന്റെ പിന്നിലുണ്ടായിരിക്കണമല്ലോ. ഉണ്ട്. സംഭവം നടന്ന ഉടൻ ക്രിസ്റ്റിയും പ്രതാപനും ആ ലൊക്കേഷൻ വിട്ടു. ലൊക്കേഷനിലുള്ളവർക്ക് അവരെ ഫോളോ ചെയ്യാനും പറ്റിയില്ല. ഞങ്ങളുടെ അന്വേഷണത്തിൽ അവരെ കണ്ടെത്തിയതുമില്ല. പിന്നെ ആര് പറഞ്ഞു ഞാൻ അവർക്ക് പണം കൊടുത്തു? മുത്തശ്ശി, നിങ്ങളൊക്കെ ഇത് കേട്ട് നിൽക്കുവാണോ? എന്തോ തീരുമാനിച്ചുറപ്പിച്ച പോലെ വന്ന് കേറുക, ഇല്ലാത്ത കഥകൾ പറയുക. ക്രിസ്റ്റിയും പ്രതാപനെയും ഞങ്ങളുടെ അന്വേഷണത്തിൽ കിട്ടിയില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഇപ്പൊ ക്രിസ്റ്റിയും പ്രതാപനും എന്റെ കസ്റ്റഡിയിലുണ്ട്. പോലീസ് രീതിയിൽ ഒന്ന് ചോദിച്ചപ്പോ അവര് കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയുകയും ചെയ്തു. രാധികയെ അപകടപ്പെടുത്താൻ വേണ്ടി അവർക്ക് പണം കൊടുത്തത് പ്രിയങ്കയാണെന്ന്. പരമേശ്വരൻ സാർ, കാര്യങ്ങൾ ഏകദേശം അങ്ങേക്ക് പിടിയിട്ട് കാണുമല്ലോ. ഞാൻ വന്നത് അങ്ങയുടെ മരുമകളെ കസ്റ്റഡിയിലെടുക്കാനാണ്. ഞാൻ സമ്മതിക്കില്ല. ഞാൻ അങ്ങനൊന്നും ചെയ്യില്ല. തെളിവുകളൊക്കെ ഞാൻ കാണിച്ചു തരാം. തൽക്കാലം ബഹളമൊന്നും ഉണ്ടാക്കാതെ കൂടെ വരൂ. സർ, അവൾ അങ്ങനൊന്നും ചെയ്യില്ല. ഇവളെന്റെ അനിയത്തിയല്ലേ? അച്ഛനെ കുത്തിക്കൊന്നവരും മകളെ ഞെരിച്ചു കൊന്നവരുമൊക്കെ എന്റെ ലോക്കപ്പിൽ ഇരുന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കിത് പുതുമയൊന്നുമല്ല. ടേക്ക് കെയർ. അമ്മേ, അമ്മേ, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് പറയമ്മേ. എന്നെ കൊണ്ടുപോലെന്ന് പറയമ്മേ. ചെറിയമ്മേ, ചെറിയമ്മേ, എന്തെങ്കിലും ഒന്ന് ചെയ്. ഞാനെന്ത് ചെയ്യാനാ?
നീ കാണിച്ച തോന്നിയാസത്തിന് ഞങ്ങളും കൂടി വന്ന് പോലീസ് സ്റ്റേഷനിൽ നിൽക്കണം. ഏട്ടത്തി ചെറിയമെന്ന് എങ്ങനെയൊക്കെ പറയുന്നത്? ഏട്ടത്തി എന്നെ മാത്രം ഇങ്ങനെ ഒറ്റപ്പെടുത്താൻ നോക്കല്ലേ. പരമേശ്വര, പോലീസുകാര് അവരുടെ ഡ്യൂട്ടി ചെയ്തോട്ടെ അല്ലേ?